തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് കണ്ണൂർ വരെ ബസ്സിൽ യാത്ര ചെയ്താൽ ഓരോ ജില്ലയും, ഇപ്പൊ തിരുവനന്തപുരം ജില്ല ഒരു സാംസ്കാരികമായ പരിപാടി, അവിടെയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ കൊല്ലത്ത് വലിയൊരു കൺവെൻഷൻ സെന്റർ സർക്കാർ പണിതിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും, ഇപ്പൊ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക കലാരൂപം മോഹിനിയാട്ടമാണെങ്കിൽ, അടുത്ത ദിവസം ചൊവ്വാഴ്ച വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊല്ലത്ത് നിന്നും കേരളത്തിലെ പ്രൊഫഷണൽ നാടകങ്ങൾ കാണാൻ കഴിയും. പ്രൊഫഷണൽ നാടകം കേരളത്തിലെ ഉത്സവ പറമ്പുകളിലും കേരളത്തിന്റെ സംസ്കാരം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വാധീനിച്ച നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു. ഇതിന് നാട്ടിൽ കളിച്ചിരുന്നു. ഇന്ന് ആ സീസൺ കഴിഞ്ഞാൽ കലാകാരന്മാരും കലാകാരികളും പട്ടിണിയും. ഫോക്ലോർ അക്കാദമിക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഈ നാടകം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം വന്നാൽ 6 മണിക്ക് ആര് വന്നാലും ഒരു നാടകം കാണാൻ അവസരം ഉണ്ടായിരുന്നു. ഫോക്ലോർ യക്ഷഗാനം ഇത് നമ്മളിപ്പോൾ കണ്ടു. നമ്മുടെ ഒരു വളരെ ഹിറ്റായ ഒരു സിനിമ ഉണ്ട്, കന്നഡയിൽ വന്ന് വളരെ ഹിറ്റായി മലയാളത്തിലൂടെ. അതിന്റെ ഈ യക്ഷഗാനത്തിന്റെ ഒരു രൂപമാണ് അവരെടുത്തേക്കുന്നത്. ഈ കന്നഡയിലെ കാന്താര അത് യക്ഷഗാനം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. കാരണം നമ്മുടെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സംസ്കാരവും അത്തരം കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗം. അപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ എണ്ണമറ്റ കലാരൂപങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കലാരൂപങ്ങൾ. ഇപ്പൊ വില്ലടിച്ചാൻ പാട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട് ക്ഷേത്രത്തിലെ മീശയൊക്കെ വെച്ച് കാണിക്കും, തലയെക്കെട്ടൊക്കെ ആയിട്ട്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. 2 ചിലങ്ക പോലെ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഈ വില്ലിൽ ഇങ്ങനെ അടിച്ചിട്ട് പാട്ട് പാടും. ഇതൊക്കെ കലാകാരൻ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല കൊമ്പ് മീശയൊക്കെ വയ്ക്കും, ചില ആൾ ഒട്ടിച്ചൊക്കെ വയ്ക്കും, ഒട്ടിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ടാണ്. ഇത് ഒരു കലാരൂപമാണ്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ട കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഇപ്പൊ പുണ്യത്തങ്ങം നടക്കുന്ന ഈ സ്ഥലം മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി കോടിക്കണക്കിന് നാട്ടുകാരുടെ സഹായത്തോടെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഇവിടെ വന്നാൽ തന്നെ തലശ്ശേരിയിൽ ഇപ്പൊ പൈതൃക ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ആ പൈതൃക ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ വരുമ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ ഒരു സ്ഥിരം വേദി ഉണ്ടാകും. സ്ഥിരം വേദി മലയാളി ഒട്ടും പുറകിലല്ല. കാരണം ആദ്യമായി സ്ഥിരം നാടകവേദി എന്ന സ്വപ്നം കലാനിലയം നാടകം ഉണ്ടായിരുന്നു, രക്തരക്ഷസ്. അതിങ്ങനെ സർക്കസ് പോലെ വരും. ഒരിടത്ത് ക്യാമ്പ് ചെയ്താൽ 3 മാസം 4 മാസം അവിടെ കിടക്കും. സ്റ്റേജിലേക്ക് കാറ് വരുന്നു, പ്ലെയിൻ വരുന്നു, ബസ് വരുന്നു, രക്തരക്ഷസ് വരുന്നു. പെട്ടെന്ന് കാറിലിരിക്കുന്ന സുന്ദരി രക്തരക്ഷസായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈറ്റ് അണഞ്ഞ് തുറക്കുമ്പോൾ സ്റ്റേജിലൂടെ ഓടിയെന്ന കാറിന്റെ പുറകിൽ രക്തരക്ഷസ് പ്രത്യക്ഷപ്പെടുകയാണ്. ആരാണ് ചെയ്തത്? മലയാളി. കലാനിലയം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ജഗതി NK ആചാര്യ എഴുതി രക്തരക്ഷസ് പോലുള്ള നാടകങ്ങൾ, കടമറ്റത്ത് കത്തനാർ, അത്ഭുത രംഗങ്ങൾ സ്റ്റേജിൽ കാണിച്ചു. ഇതാണ് ലോക പ്രശസ്തമായ അമേരിക്കയിലെ ബ്രോഡ്വേ ഷോ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.